ഹായ് കൂട്ടുകാരെ, ഇത് എന്തുകൊണ്ട് തയ്യാറാക്കിയ ഉണ്ടയാണെന്നറിയണ്ടേ? ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയണോ? അതുകൊണ്ട് ഈ വീഡിയോസ് അവസാനം വരെ എല്ലാവരും കാണണേ. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് ഒന്ന് പറയാമേ. ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയണ്ടേ. ഇത് ഞങ്ങളുടെ വീട്ടിലെ വാവയ്ക്കുണ്ടാക്കിയ ഹെൽത്ത് മിക്സിൻ്റെ പൊടിയാണ് കേട്ടോ. വാവയെ ഇത് കുടിക്കുന്നില്ല, എങ്ങനെ കാച്ചി കൊടുത്താലും വാവ കുടിക്കുന്നില്ല. അങ്ങനെ ഈ പൊടി എന്ത് ചെയ്യും? ഇതിലടങ്ങിയ ചേരുവകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. ഇത് ഹെൽത്ത് മിക്സ് പൊടിയുണ്ടല്ലേ, അതാണ്. ഇതിൽ നമ്മൾ കഞ്ഞി വയ്ക്കുന്ന അരി, ബദാം പരിപ്പ്, കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, വാൾനട്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ധാന്യങ്ങൾ അടങ്ങിയതാണ്. ചെറുപയർ, പിന്നെ ചെറിയ പരിപ്പ് ഉണ്ടല്ലേ, അത് ഒരു മഞ്ഞ കടലപ്പരിപ്പ്, അത് എല്ലാം കൂടി വറുത്ത് തയ്യാറാക്കിയ പൊടിയാണ്. അത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഈ പൊടി കൊച്ചു കുടിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യും എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഇത്ത ഉണ്ടാക്കിയ ഉണ്ടയാണ്. അരി ഉണ്ട ഉണ്ടല്ലേ, അതേപോലെ നമ്മൾ റേഷൻ കടയിലെ ചെറിയ സൈസ് അരിയും അത് വറുത്തിട്ട് അതിൽ ഒരു തേങ്ങയും ചേർത്ത് തയ്യാറാക്കിയ പൊടിയാണ്. അതിൽ കരിപ്പോട്ടിയും ശർക്കരയും കൂടി ഉരുക്കിയെടുത്തിട്ട് ഉണ്ട തയ്യാറാക്കിയാണ്. ഇത് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ? ഏലക്കപ്പൊടി എല്ലാം കൂടെ ചേർത്ത് തയ്യാറാക്കിയ ഉണ്ടയാണ്. ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തരുന്നതേ ഉള്ളൂ, കാണിച്ചിട്ടില്ല. ഉണ്ട ഉണ്ടാക്കി തയ്യാറാക്കിയതാണ്. ഇത് കഴിക്കാൻ എന്ത് ടേസ്റ്റായിരുന്നെന്നറിയാമോ? ഇങ്ങനെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയരുത് കേട്ടോ. ഇതിൽ നല്ല ഗുണമുള്ള പൊടികളാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പൊടിയാണ്, അവർ കഴിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയപ്പോൾ വാവയ്ക്കും കൊടുത്തപ്പോൾ വാവയും കഴിച്ചു. നല്ല ടേസ്റ്റുള്ളവരുണ്ടായിരുന്നു. ഇതേ രീതിയിൽ എല്ലാവരും വീട്ടിലിങ്ങനെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറയാൻ നല്ല ടേസ്റ്റില്ല. അണ്ടിപ്പരിപ്പിൻ്റെ പൊടിയൊക്കെ അല്ലേ, ബദാം പരിപ്പ്, അങ്ങനെ ബദാമിൻ്റെ എല്ലാം കൂടെ അടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. കപ്പലണ്ടി എല്ലാം കൂടെ ചേർന്ന ഒരു പൊടിയായിരുന്നു. അതിൽ പിന്നെ പോരാത്തത് ചേർത്തെന്ന് പറയാൻ തേങ്ങ, ഒരു തേങ്ങ തന്നെ ചേർത്തേട്ടാ, തുരുവിയത്. പിന്നെ കരിപ്പോട്ടിയും ശർക്കരയും പാണിയാക്കി ഈ പൊടികളെല്ലാം ഒന്നേന്നും പറഞ്ഞ് വറുത്ത് എല്ലാം കൂടെ തയ്യാറാക്കി ഉണ്ടാക്കിയതാണ്. ഈ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി ഒന്ന് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഓക്കെ, ബായ്.